SSLC എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രിഡ് റെഫറൻസസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഗ്രിഡ് റെഫറൻസസ് തരുമ്പം ആദ്യം നമ്മൾ അതിൻ്റെ അകത്ത് ഈസ്റ്റിങ്സും അതുപോലെ തന്നെ നോർത്തിങ്സും ഐഡന്റിഫൈ ചെയ്തെടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട്. അപ്പൊ നമുക്ക് ഈസ്റ്റിങ്സ് എന്ന് പറയുമ്പം വാല്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ താഴേക്ക് പോകുന്ന ലൈൻസ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് 81, 82, 83 ഇങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അതായത് ഈസ്റ്റിലേക്ക് പോകുന്തോറും നമുക്ക് ഡയറക്ഷൻ അറിയാലോ അല്ലെ. അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഈസ്റ്റിലേക്ക് പോകുന്തോറും എന്താണ് അതിന്റെ വാല്യൂസ് കൂടി വരികയാണ്. അതിനെയാണ് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അതായത് ഈ താഴേക്ക് വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർത്തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ ഈ സെന്ററിൽ കൂടി പോകുന്ന ഈ ലൈൻസിനെയാണ് നമ്മൾ നോർത്തിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം നോർത്തിലേക്ക് പോകുന്തോറും അതായത് 34, 35 അങ്ങനെ മുകളിലേക്ക് പോകുന്തോറും അതിന്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 81, 82 എന്നിങ്ങനെ പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ 34, 35 ഈ ലൈൻസിനെയാണ് നമ്മൾ നോർത്തിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദി കൾച്ചറൽ ഫീച്ചേഴ്സ് ഷോൺ ഇൻ ദി ഗിവൺ ഗ്രിഡ്സ്. അതായത് നമ്മൾ ഇതിന്റെ അകത്ത് കുറച്ച് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യണം. അപ്പൊ നമുക്ക് 4 മാർക്സും പെട്ടെന്ന് തന്നെ ഇതിന്റെ കിട്ടാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദി കൾച്ചറൽ ഫീച്ചേഴ്സ്. ഇതിനകത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതെന്ന് പറഞ്ഞിരിക്കുന്ന ഫോർട്ട് ആണ്, അതുപോലെ പോണ്ട്, ഇത് വെല്ലാണ്, ഇത് ട്യൂബെല്ലാണ്, അതുപോലെ ടെമ്പിള്, ഗ്രേവ്, പിന്നെ സെറ്റിൽമെന്റ്സ്. ഇങ്ങനെയുള്ള കുറച്ച് കൾച്ചറൽ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിന്റെ ഫിഗർ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഇനി ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫോർട്ട്, പോണ്ട്, വെല്ല്, അതുപോലെ ട്യൂബെല്ല്, ടെമ്പിള്, ഗ്രേവ്, സെറ്റിൽമെന്റ്. ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ലൊക്കേറ്റ് ദി സെറ്റിൽമെന്റ്സ് ആൻഡ് ഫോർട്ട് യൂസിങ് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസസ് മെത്തേഡ്. അതായത് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസസ് മെത്തേഡില് സെറ്റിൽമെന്റും അതുപോലെ തന്നെ ഫോർട്ടും ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഫിഗർ ഗ്രിഡ് റെഫറൻസസ് മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെറ്റിൽമെന്റ്സ് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസസിൽ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുക, സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതെങ്ങനെയാണ് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസസ് എഴുതുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞു ഈസ്റ്റിങ്സും അത് കഴിഞ്ഞിട്ടാണ് നോർത്തിങ്സിന്റെ വാല്യൂ എഴുതുന്നത്. അപ്പൊ നമ്മള് ഈ സെറ്റിൽമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് വരുന്ന ഇവിടെ ഏത് ബോക്സിലാന്ന് നോക്കുന്നു. ഇതിന്റെ ആദ്യം നമ്മൾ എഴുതേണ്ട വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റിങ്സ് ആണ്. ഇതിന്റെ ആദ്യത്തെ വാല്യൂ ആയിട്ട് എഴുതേണ്ടത്. അതിനുശേഷമാണ് നോർത്തിങ്സിന്റെ വാല്യൂ എഴുതേണ്ടത്. ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു ഇങ്ങനെ താഴേക്ക് പോകുന്ന ലൈൻസ് ആണ് ഈസ്റ്റിങ്സ്. അപ്പൊ ഈ ഒരു സെറ്റിൽമെന്റിന്റെ ഈ ബോക്സില് ഇതിന്റെ നമ്പർ ആയിട്ട് വരുന്നത് 85 ഉം 86 ആണ് ഈ ഒരു സെറ്റിൽമെന്റിന്റെ ബോക്സിൽ വരുന്നത്. അപ്പൊ നമ്മള് അതായത് അതിലെ ചെറിയ വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. ചെറിയ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 85 ആണ്. ഓക്കെ, സെറ്റിൽമെന്റിന്റെ ചെറിയ വാല്യൂ ഈ ഒരു ബോക്സിൽ വരുന്നതിന്റെ 85, 86 വാല്യൂസ് വരുന്നുണ്ട്. അതിന്റെ ചെറിയ വാല്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. 85 എടുക്കുന്നു. അതുപോലെ തന്നെ സെറ്റിൽമെന്റിന്റെ നോർത്തിങ്സ് വാല്യൂ എടുക്കുന്നു. നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 34, അതുപോലെ 35, 36 ഈ വാല്യൂസ് ആണ് നോർത്തിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോർത്തിങ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് സെറ്റിൽമെന്റ് ഏത് ബോക്സിലാണ് വരുന്നത്? ഈ ഒരു ബോക്സിലാണ്. 34ഉം 35ന്റെ ഇടയിലുള്ള ബോക്സിലാണ് ഈ സെറ്റിൽമെന്റ് വരുന്നത്. അപ്പൊ ഈ നോർത്തിങ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ചെറിയ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ചെറിയ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 34 ആണ്. അപ്പം ഇങ്ങനെയാണ് സെറ്റിൽമെന്റിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 85, 34 എന്നാണ് ഈ ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോർട്ട് ഇങ്ങനെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസസിൽ എഴുതാനായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ
ഫിഗർ ഐഡന്റിഫൈ ചെയ്യണം. ഫോർട്ട് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഫിഗർ ആണ് ഫോർട്ട്, കോട്ട. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഈസ്റ്റിങ്സിന്റെ വാല്യൂ എഴുതുന്നു. ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞ് താഴേക്ക് പോകുന്ന ലൈൻസ് ആണ് നമ്മൾ കണ്ടു. അപ്പൊ എന്താണ് ഫോർട്ടിന്റെ ഈസ്റ്റിങ്സ് വാല്യൂ ഏതാണ്? ഈ ഒരു ബോക്സില് ഈസ്റ്റിങ്സ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 81ഉം 82ഉം ഉണ്ട്. അതിന്റെ ചെറിയ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. 81 എടുക്കുന്നു. അതുപോലെ തന്നെ നോർത്തിങ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 34, 35, 36 എന്നിങ്ങനെ വാല്യൂസ് ആണ്. അല്ലെ നമ്മൾ ഓപ്പോസിറ്റ് നോക്കിയാൽ സെയിം തന്നെയാണ്. അപ്പൊ നമ്മള് 34ഉം 35ഉം എന്നുള്ള വാല്യൂ ആണ്. വാല്യൂന്റെ അകത്താണ് ഈ ഫോർട്ട് വരുന്നത്. അതിന്റെ അകത്തെ ചെറിയ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 34 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ എന്താണ് ഫോർട്ടിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 81, 34 എന്നായിരിക്കും. ക്ലിയർ അല്ലേ?